നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ജീവിതത്തിൽ നമ്മൾ കാണുന്ന പല ആളുകളിലും ചെറിയ ഒരു ശതമാനം ആളുകൾ എപ്പോഴും വളരെ മുന്നിലായിരിക്കും. ചില ആളുകൾ ഏറ്റവും പിറകിലായിരിക്കും. പിന്നെ ഒരുപാട് ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ ഒരു മീഡിയം ലെവൽ, ഒരു ആവറേജ് ലെവലിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളുകളായിരിക്കും. ഈ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഗണിത ശാസ്ത്ര ശാഖയാണ് ബെൽ കർവ്. ഈ ബെൽ കർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ മനുഷ്യരെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പല കാര്യങ്ങളെ കുറിച്ചും പഠിക്കുന്നുണ്ട്. എന്നാൽ പോലും മനുഷ്യന്റെ ജീവിതത്തിലെ സക്സസും മനുഷ്യന്റെ സ്വഭാവ രീതികളും എല്ലാം പഠിക്കുന്നതിന് വേണ്ടി ഈ ബെൽ കർവ് ഉപയോഗിക്കാറ്. ഇവിടെ കാണുന്നുണ്ടോ ബെൽ കർവ്? അതില് ഇടത് ഭാഗത്ത് എപ്പോഴും വളരെ പിന്നിലായിട്ടുള്ള കുറെ ആളുകളുണ്ടോ എല്ലാ കാര്യത്തിലും, അല്ലെങ്കിൽ പല കാര്യങ്ങളും. പിന്നെ ഭൂരിപക്ഷം ആളുകൾ നടുക്ക് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊരു ആവറേജ് ലെവലിൽ പോകുന്ന ആളുകൾ. പിന്നെ വലതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചെറിയൊരു ശതമാനം ആളുകൾ. അവർ ജീവിതത്തിൽ ഭയങ്കര എല്ലാ കാര്യങ്ങളും സ്മാർട്ടായി ചെയ്യുന്ന ആളുകൾ. ഈ ബെൽ കർവിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും നമുക്ക് വരുത്താൻ കഴിയും. നമ്മളെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്മാർട്ടായിട്ടാണ് ചെയ്യുന്നത്, ചില കാര്യങ്ങൾ ഒരു ആവറേജ് ലെവലാണ്, ചില കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ വളരെ പിറകിലായി. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പതിയെ പതിയെ വലതുവശത്തേക്ക് മാക്സിമം ഓരോ കാര്യങ്ങളും വലതുവശത്തേക്ക് നീങ്ങുക എന്നതാണ്. ഈ വലതുവശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ വളരെ സക്സസ്ഫുൾ ആയ ആളുകളായിരിക്കും, അവിടെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളുമായി ഏറ്റുമുട്ടാൻ വളരെ കുറഞ്ഞ ആളുകളായിരിക്കും ഉണ്ടാവുക. അവിടെ ഉള്ള ആളുകൾ തന്നെ വളരെ സ്മാർട്ടായിട്ടുള്ള, സെൽഫിഷ് ഒന്നും അല്ലാത്ത ആളുകളായിരിക്കും. കാരണം അവർ നല്ല സ്മാർട്ടായി പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അവിടെ എത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മളും അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു കൂട്ടത്തിൽ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വളരെ സന്തോഷകരമായ ജീവിതവും ആയിരിക്കും അവിടെ ഉണ്ടാവും. ഒരുപാട് അവസരങ്ങൾ അവിടെ നിന്ന് നമുക്ക് അവിടെയുള്ള ആളുകൾ പലതും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാവും. അവർക്ക് ഭയം ഉണ്ടാവില്ല, നഷ്ടം വരുമെന്ന ഭയം, ഞാനിത് ഇയാൾക്ക് കൊടുത്താൽ എന്റേത് മൊത്തം തീരുമോ എന്ന ഭയം, അതൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഈ ബെൽ കർവിൽ എങ്ങനെ ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് നീങ്ങുക, അല്ലെങ്കിൽ ആവറേജിൽ നിന്നും വലതുവശത്തേക്ക് എങ്ങനെ നീങ്ങാം എന്നതാണ്. അതിന് വേണ്ടത് വളരെ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളായ ചില കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്ററായി മാറ്റാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. സ്ഥിരമായി ശ്രമിച്ചോ, ഒരു ദിവസം ശ്രമിച്ചതുകൊണ്ട് കാര്യമില്ല, സ്ഥിരമായി ശ്രമിച്ചുകൊണ്ട് പതിയെ പതിയെ നമുക്ക് വലത്തോട്ട് നീങ്ങാൻ കഴിയും. ഒന്നാമത്തേത് വേണ്ടത് നമ്മൾ സ്ഥിരമായ ഉത്സാഹം, അത് സ്ഥിരത എല്ലാത്തിനും ഉണ്ടാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുക, എന്നും പതിയെ പതിയെ പടിപടിയായി ചെയ്യുക. രണ്ടാമത്തേത് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുക. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഭൂരിപക്ഷം ആളുകളും ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, അതിൽ നിന്ന് കിട്ടുന്നതുമായി സന്തോഷത്തോടെ എങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടോ, നമ്മളിൽ എന്താ മിസ്റ്റേക്ക്, നമ്മളിത് എങ്ങനെ ബെറ്റർ ആക്കാം എന്നതൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. എന്നാൽ നമ്മൾ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് എന്റെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്താണ്, ഞാൻ ഈ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി ബെറ്ററായി ചെയ്താൽ എന്ത് സംഭവിക്കും, അതിന് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിലെ മിസ്റ്റേക്ക് ഒഴിവാക്കിയാൽ ഗുണമുണ്ടാവും. അങ്ങനെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എപ്പോഴും ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ പരീക്ഷണത്തിന് മുതിരുക. നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഇങ്ങനെ ചെയ്താൽ ഗുണപരമാവുമോ എന്ന് നമ്മൾ പരീക്ഷിച്ച് കണ്ടെത്തണം. അങ്ങനെ അതിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടേയിരിക്കുക. പതിയെ പതിയെ നമ്മൾ വലതുവശത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്മാർട്ടായി. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലതുവശത്തേക്ക് നീങ്ങണമെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വലതുവശത്ത് എത്തിയ ആളുകളെ പഠിക്കുക. സ്മാർട്ടായി അവർ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അവരെങ്ങനെ അവിടെ എത്തിപ്പെട്ടു, അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ സമയം അവരെങ്ങനെയാണ് ചെലവഴിക്കുന്നത്, ആരുമായൊക്കെയാണ് കൂട്ടുകൂടുന്നത്, ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് സൂപ്പറായി സക്സസ്ഫുൾ ആയ ആളുകളെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും പലതും അതിൽ നിന്നും അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഈ ബെൽ കർവിലെ ഈ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ സ്ഥിരമായി സ്മാർട്ടായി കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ പതിയെ പതിയെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും.
അതിനുവേണ്ടി ഇന്ന് തന്നെ എല്ലാവരും തീരുമാനമെടുത്ത് അതിനെപ്പറ്റി പഠിച്ച് അനലൈസ് ചെയ്ത് കൂടുതൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അത് ജീവിതത്തിലെ പല കാര്യങ്ങളിലായിരിക്കും. അതായത് നമ്മള് ചില കാര്യങ്ങൾ വളരെ മുന്നിലായിരിക്കും, ചില കാര്യങ്ങൾ പിറകിലായിരിക്കും, ചില കാര്യങ്ങൾ ആവറേജ് ആയിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും പടിപടിയായി മുന്നിലേക്ക് എത്താൻ ഇപ്പൊ നമ്മള് സാമ്പത്തികമായി പണിയെടുത്ത് പണം ഉണ്ടാക്കുന്നുണ്ടാവും, എന്നാൽ ആ പണം മൊത്തം ദൂരത്തടിച്ച് കളയുന്നുണ്ടാവും, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നതാവും. അപ്പൊ ആവറേജ് ആളുകൾ എപ്പോഴും എന്താണ്, അവര് ഉള്ളതിൽ നിന്നും കൂടുതൽ പണം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കടം വാങ്ങി മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പല ആളുകളും പല പണക്കാരായ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവർ ഓർണമെന്റ്സ് പോലും തരുന്നത് കാണില്ല. എന്നാൽ പട്ടിണിയായി കിടക്കുന്ന ആളുകളെ ഭയങ്കര നല്ല ഓർണമെന്റ്സ് അത് കയ്യിൽ നിന്ന് വിടാണ്ടാണ് അവര് പട്ടിണി കെടുക്കാനും മറ്റുള്ള ആളുകളുടെ കയ്യിൽ പോയി സഹായം തേടാനും ഒക്കെ പോകുന്നുണ്ടാവും. പല ആളുകളും ആവറേജ് ആളുകൾ ലോണും മറ്റൊക്കെ എടുത്ത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ എന്തോ വലിയ ആളാവുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഇതൊക്കെ പതിയെ പതിയെ നമുക്ക് മാറ്റി നല്ല രീതിയിലേക്ക് വരാൻ കഴിയും. അതായത് നമ്മുടെ ഏത് കാര്യങ്ങളിലാണ് നമ്മൾ പിറകിലുള്ളത് അതിൽ ആവറേജ് ആവാനും പിന്നെ പതിയെ പതിയെ അതിൽ മുന്നിലെത്തി വലതുവശത്തേക്ക് നീക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ശ്രമിച്ചാൽ എന്തായാലും കഴിയുമെന്ന് ഉറപ്പാണ്. നമ്മൾ ഒറ്റ അടിക്ക് ചെയ്യേണ്ടതില്ല, പതിയെ പതിയെ ശ്രമിക്കുക. അപ്പൊ ഈ ബെൽ കർവിന്റെ തത്വം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കുക. മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ വേറൊരാൾ നമ്മൾക്ക് വേണ്ടി മാറ്റം വരുത്തിക്കൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ വിഷം കഴിച്ചാൽ നമ്മളാണ് മരിക്കുക, മറ്റൊരാൾ മരിക്കില്ല. വേറൊരാൾ നല്ലത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതോട് ഒരു കാര്യമില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് നിന്നു.